ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പാൻഡത്ത് ഫോർ ലിവിങ് വേർഡ് പ്രെയർ ടു പാൻഡത്ത് ഫോർ ലിവിങ് വേർഡിന്റെ ഈ പ്രെയർ സൂം മീറ്റിംഗിൽ 199ാമത്തെ പ്രെയർ സൂം മീറ്റിംഗിലേക്ക് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ വലിയനായി ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ അടുത്ത് വരുവാൻ വലിയനായി ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞൊരാഴ്ചവട്ടക്കാലം ദൈവം നമ്മളായിരുന്ന സ്ഥാനങ്ങളിലെല്ലാം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. ആ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യം പ്രൈസ് ആൻഡ് പ്രെയർ ചെയ്യുന്നത് സിസ്റ്റർ ലത സ്വരൂപ്. നമുക്കായിട്ട് 2 പാട്ടുകൾ പാടുന്നത് എൽസി ബേബി ആന്റി. അതിനുശേഷം മെസ്സേജ് പറയുന്നത് സാറാ മാത്യു ആന്റി. അതിനുശേഷം നമ്മൾ 7:25 വരെയുള്ള സമയം വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ക്ലോസിംഗ് പ്രെയർ ചെയ്യുന്നത് പ്രസന്ന ആന്റിയാണ്. നമുക്കറിയാം നാം പല സ്ഥലങ്ങളിലായിരിക്കും. നമുക്ക് നെറ്റ്വർക്കിന്റെ മറ്റു ഇഷ്യൂസ് ഒന്നും കൂടാതെ മീറ്റിംഗ് അനുഗ്രഹമായിട്ട് നടക്കേണ്ടതിനും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഞാൻ ഒരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, അവന്റെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, അവന് പാടുവീൻ, അവന് കീർത്തനം പാടുവീൻ, അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ. ഇന്ന് ഈ സമയത്ത് നമുക്ക് അവിടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ, അതുപോലെ പാട്ടോടെ, വചനധ്യാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പും പരിപാലനവും അനുഭവിച്ചറിയുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. അതുപോലെ പ്രത്യേകിച്ച് താങ്ക്സ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയ എൽസി ആന്റിയോടും സാറ ആന്റിയോടും. നേരത്തെ മീറ്റിംഗിൽ ക്രമീകരിച്ച മീറ്റിംഗ് പ്രകാരം അല്ല ഇന്ന്. പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ എൽസി ആന്റിയോടും സാറ ആന്റിയോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാൻഡത്തിന്റെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് പ്രൈസ് ആൻഡ് പ്രെയറിനായിട്ട് ലതാ സ്വരൂപ് ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ സമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവേ, വെള്ളിയാഴ്ച ദിവസം അടിയങ്ങളുടെ ഈ 199ാമത്തെ പ്രെയർ സൂം മീറ്റിംഗിലേക്ക് അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവെ ജോയിൻ ചെയ്യുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവ് ഇടയാക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് എത്ര വിശ്വസ്തനാണെന്ന് അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അടിയങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സഹായിച്ചുവല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്നത്തെ മീറ്റിംഗിൽ പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അടിയങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന സിസ്റ്റർ സുനി ഷാജിക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മകളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ, വേണ്ട എല്ലാ കൃപകളാലും നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മീറ്റിംഗ് ആദ്യോടന്തം കർത്താവെ, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും കൂടാതെ വണ്ണം നടക്കുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുമാറാണം. ഓരോ സിസ്റ്റേഴ്സിനും ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ സഹോദരിമാർക്കും കർത്താവിന്റെ സാന്നിധ്യം കർത്താവെ അനുഭവിച്ചറിയുവാൻ ദൈവമേടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടുവാൻ എൽസി ആന്റിയെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അങ്ങയ്ക്ക് വേണ്ടി കർത്താവെ വാർദ്ധക്യത്തിലും ശോഭിക്കുവാൻ കർത്താവെ അവിടുന്ന് ആണ്ടിക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കുമായിട്ട് അടിയങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി അങ്ങയുടെ ദാസിയെ വെച്ചിരിക്കയാൽ അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും കർത്താവെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പിന്നെയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപകൾ ദൈവത്തിന്റെ നാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ കർത്താവെ അവിടുന്ന് പ്രിയ ആന്റിയെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മെസ്സേജ് അടിയങ്ങളുടെ മധ്യത്തിൽ ഷെയർ ചെയ്യുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സാറാണ്ടിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തുമാറാണമേ, അവിടുത്തെ കൃപകളാൽ നിറയ്ക്കുമാറാണം, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ഏവർക്കും ദൈവമേ പ്രാർത്ഥനയ്ക്ക് അടിയങ്ങൾക്ക് ഉത്സാഹവും പ്രാർത്ഥനയ്ക്ക് പ്രചോദനവുമാവുന്ന വചനം അങ്ങയുടെ ദാസിയിലൂടെ അടിയങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേ തുടർന്ന് അടിയങ്ങൾ കർത്താവ് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ അനേക വിഷയങ്ങളുടെ മേൽ കർത്താവ് അടിയങ്ങൾ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് അവിടുന്ന് മറുപടി നൽകി തന്നു. ഇന്നത്തെ കർത്താവെ BLന്റെ കർത്താവെ സർജറിയൊക്കെയും കഴിഞ്ഞ ഡിസ്ചാർജും ആയി കടന്നു പോകുന്ന ഭവനത്തിലേക്ക് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവരെയും ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. അതും അടിയങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ മറുപടിയാണല്ലോ.
അതിനായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയപ്പെട്ടവനെ പൂർണ്ണമായിട്ടും കർത്താവെ അവിടുന്ന് സൗഖ്യമാക്കി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ പിന്നെയും ദൈവമേ കുഞ്ഞിനെ ബലപ്പെടുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന പ്രസന്നാൻഡിക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങനെ എല്ലാ പ്രോഗ്രാംസും കർത്താവെ അടുക്കിലും ചിട്ടയിലും ദൈവത്തിന് പ്രസാദകരമാവും വണ്ണവും കർത്താവെ തീരുവാൻ അടിയങ്ങൾ പ്രത്യാൽ പ്രാർത്ഥിച്ച് മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുന്നു. സകല മാനവും മഹത്വവും തിരുമേനിക്കിരിക്കട്ടെ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ. താങ്ക് യു ആന്റി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് 2 പാട്ടുകൾ കേൾക്കാം. അതിനായി എൽസി ബേബി ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. താങ്ക് യു. ആദ്യമായിട്ട് നമുക്കൊരു സ്തോത്രഗീതം കേൾക്കാം. യേശുരാജാ ജീവനാഥ ദേവദേവ വന്ദനം വാഴ്ത്തിടുന്നു നിൻ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം പാടിടാം വന്ദിക്കുന്നു വാഴ്ത്തിടുന്നു ചുംബിക്കുന്നു തൃപ്പാദം സ്തോത്രം പാടി സ്തുതിക്കുന്നു ഹല്ലേലൂയ മഹത്വം പാപികളെ തേടി വന്ന പാവനാത്മനായക പാപികൾക്കായി ജീവൻ നൽകി വീണ്ടെടുത്ത രക്ഷക വന്ദിക്കുന്നു വാഴ്ത്തിടുന്നു ചുംബിക്കുന്നു തൃപ്പാദം സ്തോത്രം പാടി സ്തുതിക്കുന്നു ഹല്ലേലൂയ മഹത്വം സ്വർഗം വിട്ടു താണിറങ്ങി ദാസരൂപമേറ്റോനെ ഏഴയ്ക്കായി നീ രക്തം ചിന്തി പ്രാണനെ വെടിഞ്ഞോനെ വന്ദിക്കുന്നു വാഴ്ത്തിടുന്നു ചുംബിക്കുന്നു തൃപ്പാദം സ്തോത്രം പാടി സ്തുതിക്കുന്നു ഹല്ലേലൂയ മഹത്വം ക്രൂശിലെന്റെ പാപമെല്ലാം ചുമന്നൊഴിഞ്ഞ പരാ നിത്യകാലം നിന്നടിമ സേവിക്കും നിരന്തരം വന്ദിക്കുന്നു വാഴ്ത്തിടുന്നു ചുംബിക്കുന്നു തൃപ്പാദം സ്തോത്രം പാടി സ്തുതിക്കുന്നു ഹല്ലേലൂയ മഹത്വം. ആമേൻ. അടുത്തതായി ഒരു സമർപ്പണ ഗീതമാണ്. എൻ പ്രിയ യേശുവേ എൻ കർത്താവേ നീ മാത്രം എൻ സഖി എന്നും എന്നും നീ മാർവിൽ ചാരിഞ്ഞ ആശ്വസിച്ചിടട്ടെ നീ മാത്രം എൻ സഖി പ്രാണപ്രിയ നീ എൻ സങ്കേതവും
എൻ ഗീതവും എൻ പ്രാണനായകൻ അന്ത്യം വരെ നേ സ്നേഹം അത്ഭുതം അത്ഭുതം ആശ്ചര്യം നിന്നെ ഞാൻ സ്നേഹിക്കും അന്ത്യം വരെ എന്നെ നീ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ എന്നെ നിരക്ഷിപ്പാൻ എന്തു കണ്ടു നിൻ സ്നേഹം അത്ഭുതം അത്ഭുതം ആശ്ചര്യം നിൻ രക്ഷാദാനമേ വന്ദിക്കുന്നേ എന്നോ നീ വന്നിടും പ്രാണപ്രിയ നിന്നോടു ചേരുവാൻ കാംക്ഷിക്കുന്നേ താമസം എന്നഹോ വേദം പീഡനേ നിന്നോടു ചേരുവാൻ കാംക്ഷിക്കുന്നേ നിൻ സ്നേഹം അത്ഭുതം അത്ഭുതം ആശ്ചര്യം നിൻ രക്ഷാദാനമേ വന്ദിക്കുന്നേ. ഇത് രണ്ടും ഞാൻ ഉണ്ടാക്കിയ പാട്ടാണ്. സ്തോത്രം. പാടി നല്ല അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പാട്ടുകൾ കേൾപ്പാൻ ദൈവം സഹായിച്ചു. അതേ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തോത്ര ഗീതവും സമർപ്പണ ഗീതവും ആന്റി എഴുതിയ പാട്ടുകളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വരികളാണ്. ഞങ്ങൾക്ക് വളരെ എല്ലാവർക്കും അത് നല്ല ആശ്വാസത്തിന് കാരണമായി തീർന്നു. ദൈവം ആന്റിയെ ധാരാളമായിട്ട് ഇനി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അനേക പാട്ടുകൾ എഴുതുവാൻ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റിയോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ മെസ്സേജിനുള്ള സമയമാണ്. മെസ്സേജിനായിട്ട് സാറാ മാത്യു ആന്റിയെ പ്രത്യേകം സ്നേഹപൂർവ്വം ക്ഷണിച്ചു. താങ്ക് യു സിനി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വല്പസമയം വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ലഭിച്ച ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക വർഷങ്ങൾക്ക് മുൻപ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരു സെനറ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സെനറ്റേഴ്സ് എല്ലാവരും കൂടെ കൂടുമ്പോൾ അവരെല്ലാവരും എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അവരവരുടെ സൈഡ് സംസാരിച്ചു. ഒരു സെനറ്ററിന് ഒന്നും പറയുവാനില്ലായിരുന്നു. കാരണം പുള്ളിക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. സോ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഒരു ടെലിഫോൺ ഡയറക്ടറി എടുത്ത് അങ്ങ് വായന തുടങ്ങി. അവേഴ്സ് പുള്ളി അവിടെ ഇരുന്ന് അതങ്ങ് വായിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ അവസ്ഥ ഏകദേശം അതുപോലെയൊക്കെയാണ്. എനിവേ ഞാൻ ടെലിഫോൺ ഡയറക്ടറി വായിക്കുന്നില്ല കേട്ടോ. ഫ്രൈഡേകളിൽ നാം സാധാരണ പ്രാർത്ഥനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥനയെക്കുറിച്ച് നാം ധാരാളം മെസ്സേജസ് കേട്ടു. ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരാൾക്ക് ലഭിച്ച മറുപടിയെക്കുറിച്ച് സ്വല്പസമയം ഒന്ന് ചിന്തിക്കാം. പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടി. പിന്നെ അതുപോലെ സാധാരണ നാം കേൾക്കാറുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല. അത് ശരിയാണ്? ഒരിക്കലും ശരിയല്ല. ദൈവം എപ്പോഴും പ്രാർത്ഥന കേൾക്കും. 100% ഓഫ് ദ ടൈം ദൈവം പ്രാർത്ഥന കേൾക്കും. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ മറുപടിയും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകണമെന്നില്ല.
സർവജ്ഞാനിയായ ദൈവത്തിനറിയാം ഏത് മറുപടിയാണ് വേണ്ടിയത്, ഏത് സമയത്താണ് അത് കൊടുക്കേണ്ടത്. തക്ക സമയത്ത് ഉത്തരം നൽകുന്ന ദൈവം. ദൈവം കൊടുക്കുന്ന മറുപടി എപ്പോഴും ഒന്നിൽ യേസ് എന്നായിരിക്കും, അല്ലെങ്കിൽ നോ എന്നായിരിക്കും, അല്ലെങ്കിൽ വെയിറ്റ് എന്നായിരിക്കും. അത് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കൃപ നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ധ്യാനത്തിൻ്റെ ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. 2 Corinthians chapter 12 verse 9. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അപ്പോൾ ഡിയർ സിസ്റ്റേഴ്സ്, എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന? നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണോ, അതോ എൻ്റെ ഇഷ്ടം നടക്കണം എന്നാണോ? അപ്പം ഞാൻ പറഞ്ഞതാരും തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക തന്നെ ചെയ്യണം. ഒരു വാക്യം കൂടെ വായിക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നാം സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. സാധാരണ നാം സ്തോത്രം പറയുന്നത് എപ്പോഴാണ്? നാം പ്രാർത്ഥിച്ചു, ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം അത് തരുന്ന ഉടനെ താങ്ക് യു ലോർഡ്, അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നാം മഹത്വപ്പെടുമാറാകട്ടെ, അങ്ങനെയൊക്കെ നാം പറയാറുണ്ട്. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ സ്തോത്രം അങ്ങ് പറയാനാണ്, സ്തോത്രത്തോടു കൂടെയാണ് അപേക്ഷ വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് നമുക്കറിയാം. നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് താങ്ക് യു, അത് എനിക്ക് തന്നതിന് നന്ദി പറയുകയാണ്. അതാണ് സ്തോത്രത്തോടു കൂടെയാണ് നമ്മുടെ ആവശ്യം നാം ദൈവസന്നിധിയിൽ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. അത് ഒരു സോളിഡ് റോക്ക് ഫെയ്ത്ത്. ദൈവത്തിൽ നമ്മൾ അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ. എനിവേ, നാം വായിച്ച ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരാം. എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് ദൈവം കർത്താവ് പൗലോസിനോട് പറഞ്ഞത്. ഈ 12-ാം അധ്യായം, അതായത് 2 Corinthians chapter 12 ആദ്യം മുതൽ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാം, പൗലോസിൻ്റെ കൺവേർഷന് ശേഷം പൗലോസ് വളരെ തീഷ്ണതയോടുകൂടെ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിക്കുവാനായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ യഹൂദ മതക്കാരനായിരുന്ന പൗലോസ് യഹൂദ മതത്തിൽ വളരെ തീഷ്ണതയോടുകൂടെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നവരെയും കൊല്ലുവാൻ പോലും മടിക്കാതെ അങ്ങനെ ഓടി നടന്നയാൾ പെട്ടെന്നൊരു ടേൺ അറൗണ്ട് അത് ആയി കഴിഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ പൗലോസിനെ കൊല്ലുവാനായിട്ടൊരു പ്ലാൻ ഇട്ടു. ആ പ്ലാൻ അറിഞ്ഞ ആളുകളെ, അതായത് ബിലീവേഴ്സ്, പൗലോസിനെ തൻ്റെ ഹോം ടൗൺ ആയ തർസോസിലേക്ക് പറഞ്ഞയച്ചു. തർസോസിലേക്ക് പറഞ്ഞയച്ച് പൗലോസ് അവിടെ ചെന്നിട്ട് അവിടെയും താൻ കർത്താവിനെ കുറിച്ച് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിക്കുവാനായിട്ട് പ്രസംഗിച്ചു. ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും പ്രസംഗിച്ചു. അവിടെയും വളരെ പീഡ തനിക്കുണ്ടായി. 40 അടി പല പ്രാവശ്യം ഏറ്റു. അപ്പോൾ ഈ തർസോസിലായിരുന്ന സമയത്തും അത് ഉണ്ടായി. പക്ഷെ എത്ര പ്രാവശ്യം അവിടെ ഉണ്ടായെന്നുള്ളത് അറിയില്ല. ഇതൊക്കെ നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ വെച്ചു ഇങ്ങനെ പല ആവർത്തി വളരെ ഡിപ്രസിങ് ഫീലിങ്സ് ഉണ്ടായപ്പോൾ തൻ്റെ ഭാവി വാസസ്ഥലം എങ്ങനെയായിരിക്കുമെന്ന് പൗലോസിന് ഒരു ഗ്ലിംസ്, ഒരു കാഴ്ച ദൈവം കാണിച്ചു കൊടുക്കാനായിട്ട് അവനെ 3-ാം സ്വർഗത്തോളം എടുത്തു. പറുദീസയിൽ എന്താണെന്ന് കാണുവാനായിട്ട് പൗലോസിനെ
ഈ ഇതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് അറിയാം, അതിന് 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് വെളിപാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കുവാൻ ദൈവം ഒരു ശൂലം തന്നു എന്നാണ്. അപ്പോൾ നിഗളിച്ചു പോകത്തക്കവണ്ണം അതിന് അത്രമാത്രം സാധ്യതയുള്ള മഹത്തായ എന്തോ ഒന്നാണ് ദൈവം പൗലോസിന് കാണിച്ചു കൊടുത്തത്. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കായിട്ട് ദൈവം കരുതി വച്ചിരിക്കുന്നത്. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ഇവിടെ ചെന്നെത്തുന്നവരാണ്. അപ്പോൾ അതോർത്ത് ദൈവത്തിന് വളരെ നന്ദി പറയാം. നമുക്ക് പൗലോസിന്റെ ജഡത്തിലെ ശൂലം എന്തെന്ന് നമുക്കറിയില്ല. അത് ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അത് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ അത് എഴുതിയനെ ബൈബിളിൽ കാണിച്ചു തന്നേനുമായിരുന്നു. ഈ പൗലോസിന്റെ ജഡത്തിലെ ശൂലം എന്ന് ഗസ് ചെയ്യുന്ന അനേക ചിന്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. പക്ഷെ അതൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല. ദൈവം നമ്മൾ അറിയണമെന്ന് ദൈവത്തിന് പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് അറിയത്തില്ലാത്തത്. ഞാൻ അനേക വർഷങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ വെച്ച് കുട്ടികളും ഇങ്ങനെ ഈ പൗലോസിന്റെ കാര്യമല്ല, ബൈബിളിൽ റിവീൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെ ചോദിച്ച് തർക്കുത്തരമൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് പറയാനുണ്ടായിരുന്നത് ഒരു വാക്യം ഞാൻ എപ്പോഴും വായിച്ചു കേൾപ്പിക്കുമായിരുന്നു. ഡ്യൂട്രോണമി 29-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ദൈവമായ യഹോവയ്ക്ക് ഉള്ളതത്രേ, വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. അപ്പം നമുക്ക് റിവീൽ ചെയ്ത് തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതൊക്കെ നാം അതനുസരിക്കാൻ ധാരാളം ഉണ്ടല്ലോ. പിന്നെന്തിനാ ഈ റിവീൽ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നാം അവർ ചെയ്യുന്നത്? എനിവേ, അത് പോകട്ടെ. ഈ ജഡത്തിലെ ശൂലം ഇനി എന്ത് തന്നെ ആയിരുന്നാലും ഒരുപക്ഷെ തൻ്റെ ശുശ്രൂഷയ്ക്ക് അത് തടസ്സം ഉണ്ടാക്കിയിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും 3 വട്ടം അത് മാറിപ്പോകണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ കർത്താവ് ആ ശൂലം മാറ്റി കൊടുത്തില്ല. പക്ഷെ അതിലും ഉത്തമമായ ഒന്നാണ് അവന് കൊടുത്തത്. എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിൻ്റെ കൃപയേക്കാൾ അതിന് മേളിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ സിസ്റ്റേഴ്സ്? അതിൽ ഉന്നതമായ വേറെ യാതൊന്നുമില്ല. നമ്മുടെ വീക്കസ്റ്റ് ടൈമിൽ നമുക്ക് ഹെൽപ്ലെസ് ആയിട്ടുള്ള സമയങ്ങളിൽ ദൈവമായ കർത്താവ് ഏറ്റവും ഉന്നതമായ നിലവാരമുള്ള ഉത്തരം തന്ന് നമ്മെ സഹായിക്കും. നമ്മൾ 10 ചോദിക്കുമ്പോൾ 100 തരുന്ന ദൈവം. നമ്മുടെ ആവശ്യം എന്തെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ടൈം അനുസരിച്ച്, അതായത് പത്രോസ് വെള്ളത്തിന്മീതെ നടന്നപ്പോൾ വെള്ളത്തിൽ താണുപോയി. അന്നേരത്തെ ആൻസർ അന്നേരമായിരുന്നു വേണ്ടിയത്. അപ്പം തന്നെ പിടിച്ചു. ചില ആൻസേഴ്സ് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ദൈവം എന്ത് പറയുന്നോ അത് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ പറയുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അപ്പോൾ നാം ചോദിക്കുന്നതൊന്നുമല്ല, അതിലൊക്കെ ഉപരിയായിട്ടാണ് നമുക്ക് തരുന്നത്. 10 ചോദിക്കുമ്പോൾ 100 ആയിരിക്കും, 1000 ആയിരിക്കും തരുന്നത്. ദൈവത്തിനറിയാൻ നമുക്ക് എത്രമാത്രം വേണം എന്നുള്ളത്. ആ ദൈവത്തിന് നമുക്ക് മഹത്വം കരയറ്റാം. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി ക്രിസ്തുവിൻ്റെ ശക്തിയിൽ ബലഹീനതയിൽ തുടരുന്നതാണ്. അപ്പോൾ സന്തോഷത്തോടെ നമുക്ക് ബലഹീനത അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, എന്ത് തന്നാലും അത് ദൈവമാണ് തരുന്നത് എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം കരയറ്റാം. അപ്പോൾ നാം ഇതുവരെ ചിന്തിച്ചത് നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി നാം ബലഹീനരായിരിക്കുമ്പോഴാണ് ഏറ്റവും നന്നായി നമ്മിൽ വെളിപ്പെട്ട് വരുന്നത്. നാം സെൽഫ് സഫിഷ്യൻ്റ് എന്ന് നമുക്ക് തോന്നിയാൽ പിന്നെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അവിടെ ഇടമില്ല. അപ്പം എപ്പോഴും ശൂലം മാറ്റി അല്ലായിരിക്കും ദൈവം അനുഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ കൃപ നൽകിയാണ് ദൈവം സഹായിക്കുന്നത്.
നാം എത്രമാത്രം ബലഹീനരായിരിക്കുന്നുവോ അതിനു മീതെ കൃപയുടെ ചിറകുകൾ വിരിച്ച് അവൻ നമ്മെ സൂക്ഷിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ എളിയവരായ നമ്മെ ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. എനിക്ക് തന്ന സമയത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ആന്റി. ആന്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് സമയം നമ്മോട് വചനം സംസാരിക്കാനായിട്ട് പ്രിയ ആന്റിയെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ മറുപടി നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസിന് ദൈവം നൽകിയ മറുപടി എന്റെ കൃപ നിനക്ക് മതി എന്നുള്ളത്. നമ്മുടെയും ബലഹീന സാഹചര്യങ്ങളിലാണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് ശക്തി എത്രയാണെന്ന് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുന്നത്. ദൈവം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അവന്റെ ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ആന്റിയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ടുള്ള സമയമാണ്. 7:25 വരെയുള്ള സമയം വിവിധ വിഷയങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കും.